സർക്കാരെ ജയ് 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 ബിജെപി ജയ് ജയ് ബിജെപി ലഹരി വളർത്തും മാഫിയ സംഘം. തൃശൂർ ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ നമ്മൾ നടത്തുന്ന ഈ സമരത്തിന് അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ട് എന്നോടൊപ്പമുള്ള പാർട്ടിയുടെ ജില്ലയുടെ അമരക്കാരൻ ബഹുമാന്യനായിട്ടുള്ള ശ്രീകുമാർജി, വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന അമിത്ഷാജി, കേന്ദ്രത്തിന്റെ നിയമം അതിശക്തമാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്ത പാതയാണ് നമ്മൾ കളമശ്ശേരി കോളേജിൽ കണ്ടത്. കളമശ്ശേരി കോളേജിലെ പഠിക്കാൻ വരുന്ന ചെറുപ്പക്കാരുടെ താമസ സ്ഥലത്തു നിന്നാണ് ഇത്രയും വലിയ രീതിയിൽ മയക്കുമരുന്ന് കണ്ടെടുത്തത്. ഈ മയക്കുമരുന്ന് കണ്ടെടുക്കാൻ കാരണം എന്താണ്? അവിടുത്തെ അത് ചോർത്തിക്കൊടുത്തു കേരളത്തിലെ പോലീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ഒരാളും അത്തരത്തിൽ കത്തെഴുതണ്ട, കത്തെഴുതുന്നവരെ ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമെന്നുള്ള ആ ഭീകരമായിട്ടുള്ള ലഹരി ഭീകരതയുടെ അടിമകളായിട്ടുള്ള പണം പറ്റുന്ന ഒരു വിഭാഗം വരുന്ന പോലീസ് അധികാരികളുടെ ശുഷ്കാന്തി മൂലമാണ് അത്തരമൊരു സാഹചര്യം ആ കോളേജിനകത്തുണ്ടായത്. കത്തു ചോർന്നപ്പോ എഴുതിയ ആൾക്ക് ഭയപ്പാടായി. മാധ്യമ സുഹൃത്തുക്കൾ വന്ന് അപ്പൊ പറയുകയാണ്, വലിയ രീതിയിലുള്ള ലഹരിയൊന്നും ഇവിടുത്തെ കുട്ടികൾ ഉപയോഗിക്കാറില്ല, ചെറിയ തോതിലെ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് പ്രധാന അധ്യാപകൻ പറഞ്ഞത്. നാണമുണ്ടോ? ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന കുട്ടി ലഹരി നോക്കാൻ പാടുണ്ടോ? അപ്പൊ ലഹരി മാഫിയക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണ് കത്തെഴുതിയ ഈ മാസ്റ്ററെ നിയുക്തനാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലതൊട്ടപ്പന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, 2021 5675 കേസുകളായിരുന്നു മയക്കുമരുന്ന് കേസുകൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെങ്കിൽ ഒറ്റ കൊല്ലം കഴിഞ്ഞപ്പോ അത് 16,700 കേസുകളായി മാറി. അടുത്ത കൊല്ലം 30,000 കേസുകളായി മാറി. ഈ 2024 അവസാനം 2025 ആദ്യം എന്താ സംഭവിച്ചത്? 400 കേസുകൾ വെറും 3 മാസത്തിനകം 400 കേസുകൾ കേരളത്തിൽ നിന്ന് ഞാനും നിങ്ങളും വേദനയോടുകൂടി മനസ്സിലാക്കി. ഈ കേരളം എന്ന് പറയുന്ന ചട്ടമ്പിസ്വാമികളുടെയും ഭഗ്ബടാനന്ദന്റെയും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും എല്ലാ സന്യാസിവര്യന്മാരുടെയും പാദസ്പർശം കൊണ്ട് പുളകിതയായിട്ടുള്ള ഈ കൈരളി ഭൂമി, നമ്മുടെ അമ്മ, അവിടുത്തെ കുട്ടികൾ, യുവതലമുറ അവരുടെ ജീവിതത്തെ കവർന്നെടുത്തുകൊണ്ട് ഈ ലഹരി മാഫിയ കേരളത്തില് വലിയ അഴിഞ്ഞാട്ടമാണ് നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കേന്ദ്രം 4 കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്നറിയുമോ? ലഹരി മാഫിയ ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് ഒരുത്തൻ എന്നറിഞ്ഞാൽ അയാളെ 2 വർഷക്കാലം എന്ത് ചെയ്യാം? 2 വർഷക്കാലം വിചാരണ പോലുമില്ലാതെ തടങ്കലിൽ വെക്കാം. അതാണ് നിയമം. കേന്ദ്രത്തിന്റെ നിയമം പറയുന്നു, കേന്ദ്രത്തിന്റെ നിയമം പറയുന്നു 2 വർഷക്കാലം വിചാരണയില്ലാതെ തടവിൽ കിടത്താൻ സാധിക്കുന്ന, തടങ്കലിൽ കിടത്താൻ സാധിക്കുന്നു കേന്ദ്രത്തിന്റെ നിയമപ്രകാരം ഈ ലഹരി മാഫിയയെ അടിച്ചമർത്താൻ. ഇങ്ങനെ ഇത്രയും വലിയ രീതിയിൽ നിയമനിർമ്മാണമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ അധികാരികൾ അവർ സത്യസന്ധമായിട്ടുള്ള നിലപാടെടുക്കാത്തത് എന്ന ചോദ്യമാണ്. അതിനെന്തു ചെയ്യണം? തൃശൂർ ജില്ലയിൽ ഈ ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള ശ്രീകുമാർജിയുടെ നേതൃത്വത്തിൽ, നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഓരോ ബൂത്ത് തലത്തിലും ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരും സഹോദരന്മാരും ഉൾപ്പെടെയുള്ള നമ്മൾ ഇറങ്ങണം. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അടുത്ത തലമുറ കേരളത്തിലെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നന്നായി പഠിക്കാനും നന്നായി ബിസിനസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ കേരളത്തിൽ നല്ല കർഷകരാകാനും ഈ കേരളത്തിന്റെ മണ്ണിൽ നല്ല ടെക്നോളജിസ്റ്റുകളാകാനും ഈ നാടിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത്
തീവ്രമായ ഒരു രോഗാവസ്ഥയിലേക്ക് ഈ ലഹരി മാഫിയ മുന്നോട്ട് പോകുന്നു. 12 വയസ്സുള്ള കുട്ടി, 10 വയസ്സുള്ള കുട്ടിക്ക്, അനുജത്തി കുട്ടിക്ക് മയക്കുമരുന്ന്